ഹായ്, ഒരു കേക്ക് ഉണ്ടാക്കിയാലോ? ഈ കേക്ക് ഞാൻ ആദ്യമായി കഴിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴാണ്. കേക്ക് എന്ന് പറയുമ്പോൾ ക്യാരറ്റ് കേക്ക്. ഇത് കഴിക്കാൻ ഇടയായ സാഹചര്യം ഒന്ന് ചുരുക്കി പറയാം. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ഒരു സുഹൃത്തും ചേർന്ന് സ്റ്റഡി ലീവിന് കമ്പൈൻ സ്റ്റഡി നടത്താറുണ്ട്. അങ്ങനെ കമ്പൈൻ സ്റ്റഡി നടത്താനായിട്ട് ഒരു ദിവസം ഞാൻ അവിടെ വീട്ടിൽ ചെന്നു. അവൾ എൻ്റെ വീട്ടിലും ഞാൻ അവിടെ വീട്ടിലും കമ്പൈൻ സ്റ്റഡി നടത്താറുണ്ട്. ഏകദേശം രാവിലെ ഒരു 9 മണി 10 മണി സമയത്ത് ചെല്ലും. വൈകുന്നേരം 5:30 6 മണി വരെ കാണും ആ കമ്പൈൻ സ്റ്റഡി. കമ്പൈൻ സ്റ്റഡി എന്ന് പറയുമ്പം പൊതുവെ എല്ലാവരും വർത്തമാനമാണ് കൂടുതൽ എന്നാ പറയുന്നതെങ്കിലും ഞങ്ങൾ കുറച്ചൊക്കെ പഠിക്കുമായിരുന്നു. എന്നാലും അതിൽ കൂടുതൽ ഫുഡ് അടിയായിരുന്നു മെയിൻ. രാവിലെ 9 മണി 10 മണിക്കകത്ത് ചെല്ലുമ്പോൾ ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ചായയും കിട്ടും. അത് കഴിഞ്ഞ് പതുക്കെ ഞങ്ങൾ പഠിക്കാൻ കയറും. പഠിച്ചൊരു 1-2 മണിക്കൂർ കഴിയും ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളമോ ജ്യൂസോ കൂടെ എന്തെങ്കിലും ഒരു സ്നാക്കും കാണും. പിന്നെ കുറച്ച് കഴിഞ്ഞ് ലഞ്ചും ഈവനിങ് സ്നാക്കും ഒരു കടിയും എല്ലാം കഴിഞ്ഞ് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിൽ പോകും. അങ്ങനെ എപ്പോഴും ഒരു ദിവസമാണ് ഈ കേക്ക് കഴിക്കാനിടയായത്. അത് വായിലിട്ടതേ ഓർമ്മയുള്ളൂ, അത്ര രുചിയായിരുന്നു. അത് അവിടെ അമ്മയുടെ റെസിപ്പിയാണ്. ആൻറ്റിയുടെ അപ്പം മുതൽ ഒരുപാട് വട്ടം റെസിപ്പി ചോദിച്ചു പറഞ്ഞും തന്നു. പക്ഷേ കുക്കിങ്ങിൻ്റെ ABCD പോലും അറിയാൻ വയ്യാത്തൊരു സമയമായിരുന്നുകൊണ്ട് അതൊന്നും ഓർമ്മയിൽ നിന്നില്ല. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് കോവിഡിൻ്റെ സമയത്ത് ലോക്ക്ഡൗൺ ടൈമിലാണല്ലോ ഈ കേക്കുകൾക്കൊക്കെ ഇത്രത്തോളം പ്രചാരം വന്നതും ഒരുപാട് ഹോം ബേക്കേഴ്സ് ഉണ്ടായതും. അങ്ങനെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും കണ്ടപ്പോൾ അങ്ങനെ എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ 3-4 കേക്കുകളൊക്കെ ഉണ്ടാക്കി. അതിലൊന്നാണ് ക്യാരറ്റ് കേക്ക്. അതും കുഴപ്പമില്ലാതെ തന്നെ. റെസിപ്പി യൂട്യൂബിൽ നിന്ന് എടുത്തതാണെങ്കിലും ആൻറ്റിയുടെ കേക്ക് അത്ര ടേസ്റ്റി ആയിരുന്നു. ഈ ഒരു കേക്കും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഉണ്ടാക്കി നോക്കുന്നത്. ബൈ ദ വേ, ഈ കേക്കും വലിയ കുഴപ്പമില്ലാതൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ കേക്കുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കഴിക്കുന്നതിലും ഒരു ദിവസം വെച്ചിട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. എല്ലാവർക്കും അങ്ങനെയാണോ?